Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Divine healer, divine healer. എൻ്റെ പേര് സ്നേഹ. ഞാൻ കട്ടപ്പനയിൽ നിന്ന് വരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന റിയാദിലാണ്. എൻ്റെ മോനെ 5 മാസം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ ചെവി കേൾക്കത്തില്ലാതായിരുന്നു പെട്ടെന്നൊരു ദിവസം. അത് കഴിഞ്ഞ് മാർച്ച് മാസം ഞാനിവിടെ വന്ന് ഇടത് ചെവി ധ്യാനം കൂടി. അപ്പോൾ ആദ്യം MRI ചെയ്തപ്പോൾ പറഞ്ഞത് നെർവിന് എന്തോ പ്രശ്നമുണ്ട്, ഇനി ഒരിക്കലും അത് കേൾക്കത്തില്ല, 6 ലക്ഷം രൂപ വരുന്ന ഒരു ബാഹ ഇംപ്ലാന്റ് അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് വെക്കണമെന്നായിരുന്നു. ഇവിടെ വന്ന് അന്ന് സ്റ്റേജിൽ ചെവിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ ഇവിടെ വരാൻ പറഞ്ഞപ്പം ഇവിടെ വന്ന് നിന്ന് പ്രാർത്ഥിച്ചു. അപ്പം ബ്രദറിൻ്റെ ചെവിയിൽ ഊതി പ്രാർത്ഥിച്ചു. വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം അല്ലെങ്കിൽ അതിനു മുന്നേ എനിക്ക് ഹെഡ്സെറ്റ് വെച്ചാൽ പോലും അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് എന്നോട് ആരെന്ത് സംസാരിച്ചാലും എനിക്ക് ക്ലിയർ ആവത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, സ്റ്റെത്ത് യൂസ് ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്, എനിക്കെല്ലാം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അന്ന് ഇവിടെ നിന്നപ്പം എൻ്റെ കാലിൽ സ്കിൻ ഡിസീസ് ഉണ്ടായി. അവർ സ്കിൻ ക്യാൻസർ ആണോ എന്ന് വരെ സ്കിൻ ബയോപ്സി വരെ ചെയ്ത് നോക്കിയായിരുന്നു. അങ്ങനെ അന്ന് ബ്രദർ കാല് ചവിട്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ചില സൗഖ്യങ്ങൾ ഇപ്പം സംഭവിക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ സംഭവിക്കൂ എന്ന് പറഞ്ഞിരുന്നു. ഞാനന്ന് വീട്ടിൽ ചെന്ന് അപ്പോൾ ഇവിടുന്ന് യേശുനാമം അത്ഭുതനാമം എന്ന പുസ്തകവും ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവ് എന്നൊരു പുസ്തകവും കൊണ്ടുപോയിരുന്നു. അപ്പോൾ അന്ന് രാത്രി ഞാൻ അവിടെ ചെല്ലുന്നവരെ ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അന്ന് രാത്രി കിടക്കാൻ നേരം ഈ പുസ്തകം കാലിൽ വെച്ച് ഒത്തിരി പിള്ളേരും ചേട്ടായി ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ച് കിടന്നു. അത് കഴിഞ്ഞ് രാവിലെ എണീറ്റ് വേദന ഉണ്ടാകുമെന്ന് കരുതിയാണ് ഞാൻ കാല് നിരത്ത് കുത്തിയത്. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ കാലിലൊരു വേദനയും ഉണ്ടായിട്ടില്ല. ഈശോയോട് ഞാൻ പറഞ്ഞിരുന്നു, ആ മാർക്കിങ് അങ്ങനെ ഇരുന്നാലും നിൻ്റെ മഹത്വം വെളിവാകാനാണെങ്കിൽ അതങ്ങനെ ഇരുന്നോട്ടെ, പക്ഷേ എനിക്ക് ഈ വേദന മാറ്റി തരണമെന്നേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. അതുപോലെ തന്നെ ആ വേദന മാറി. അങ്ങനെ ഈ വർഷം വെക്കേഷൻ വന്നപ്പം ഞാനിവിടെ എത്തിയത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ ചെവി എത്ര വർഷമായിട്ട് കേൾക്കത്തില്ലായിരുന്നു? കുഞ്ഞിന് 1.5 വർഷമായിരുന്നു. 1.5 വർഷമായിട്ട് ഇടത്തെ ചെവിക്ക് കേൾവിയില്ലായിരുന്നു. സൗദി അറേബ്യയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് അല്ലേ? ഇപ്പോഴും അവിടെ തന്നെയാണോ? നീ എന്നാ തിരിച്ചു പോന്നേ? ഫെബ്രുവരി 11 തിരിച്ചോ? ഇടത്തെ ചെവി കേൾക്കത്തില്ലായിരുന്നു. അന്ന് കഴിഞ്ഞ മാസം പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്താ ചെയ്തത്? ചെവിയിൽ ഊതിയോ? അതോ? അതെ, ഇമ്മയുടെ ചെവിയിൽ ഞാനൊന്ന് ഊതി. അപ്പോൾ തന്നെ ചെവി കർത്താവ് തുറന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലത്തെ ചെവി നടച്ചേ. ഹല്ലേലൂയ, യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. കർത്താവായ യേശുവേ, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. സ്നേഹ, റോബിൻ, 2 പേര്. കേൾക്കാം. കൈയടിച്ച് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ കാല് വയ്യായിരുന്നു, സ്കിന്നിൻ്റെ പ്രശ്നമായിരുന്നു. യേശുനാമത്തിൻ്റെ പുസ്തകവും സൂപ്പെടുന്ന കർത്താവ് 2 പുസ്തകങ്ങളിലൂടെ ഒത്തിരി അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നുണ്ട്. ഈ മകൾ ആ പുസ്തകം കാലെ വെച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതമായിട്ട് കാലിൻ്റെ വേദനയും കർത്താവ് സൗഖ്യമാക്കി. യേശുവേ, തീരാ രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ. മരണത്തിന്റെ പിടിയിലായിരിക്കുന്നവരെ അങ്ങ് ഇപ്പോൾ സൗഖ്യപ്പെടുത്തണമേ. വൈദ്യശാസ്ത്രം കൈവിട്ട രോഗികളെ ഇപ്പോൾ അങ്ങ് ആശ്വസിപ്പിക്കണമേ. മരണത്തിന്റെ പിടിയിൽ നിന്ന് തീരാ രോഗികൾ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതലാവട്ടെ. മരണത്തിന്റെ ആത്മാവേ, രോഗികളെ വിട്ടുമാറുക.
സമാധാനം നഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിൽ സമാധാനം നിറയട്ടെ. തീരാ രോഗങ്ങൾ, മാരക രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാവട്ടെ. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. യേശുവേ, അങ്ങയുടെ മുറിവേറ്റ കരം രോഗിയുടെ മേൽ വെക്കണമേ. യേശുവേ നന്ദി, യേശുവേ മഹത്വം. ആമേൻ.